ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് ആകെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. നല്ല സ്റ്റീലിൻ്റെ ഒരു കത്തി, നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഇത്. നമ്മൾ ഉപയോഗിക്കുന്ന വേര് വന്ന ഇത് ജംബോ റെഡിൻ്റെ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ജംബോ റെഡിൻ്റെ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല. നല്ല ഒരു പ്ലാന്റ് വേര് വന്നൊരു റൂട്ട് സ്റ്റോക്ക് എടുക്കുക. ഇത് നമുക്ക് ചെയ്യാനുള്ള സാധനമാണ്. ഇത് ലെമൺ ഓറഞ്ചിൻ്റെ ഒരു തണ്ടാണ്, തലഭാഗമാണ് കൊണ്ട് തലഭാഗം ഇത്ര ആവശ്യമുള്ളൂ. എന്ത് സാധനമായി. പിന്നെ ഈ ടാപ്പ്, ഇതാണ് പേപ്പർ ടാപ്പ് എന്ന് പറഞ്ഞത്. ഈ പേപ്പർ ടാപ്പ് പിന്നെ മാർക്കർ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട്. പിന്നെ ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കത്തിയല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൈ ഒക്കെ സ്പ്രേ ചെയ്യുന്ന സാധനം കിട്ടും. ഇതിലൊന്ന് സ്പ്രേ ചെയ്തൊന്ന് ക്ലീൻ ചെയ്യുക. കത്തി ക്ലീനാക്കി നമ്മുടെ സാധാരണ കൈയൊക്കെ ക്ലീൻ ചെയ്യുന്ന സാനിറ്റൈസറാണ്. ഇത് നിർബന്ധമല്ല, പക്ഷെ അത് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്തതിൽ ഫംഗസ് എല്ലാം ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഈ കത്തിയൊക്കെ നല്ല ക്ലിയറായിട്ടിരിക്കണം, എപ്പോഴും നല്ലതായിട്ടിരിക്കണം. നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം, പെട്ടെന്ന് മുറിയണം, നല്ല കത്തിയായിരിക്കണം. അതിനുശേഷം ഇതിൻ്റെ ഈ റൂട്ട് സ്റ്റോക്ക് ഉണ്ടല്ലോ, റൂട്ട് സ്റ്റോക്കിൻ്റെ എല്ലാ മുള്ളും, ഒറ്റ മുള്ളില്ലാതെ എല്ലാ മുള്ളും നമ്മൾ പതുക്കെ ഈ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ ഇങ്ങോട്ട് പോരുന്നുണ്ട, ഇങ്ങനെ തള്ളി കൊടുക്കുക. പൊട്ടി പോരുന്നുണ്ട. ഇത് ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി പോരും. അതിന് 3 സൈഡിലെ മുള്ളുകളും ഫുള്ളായിട്ട് കളയണം. 3 സൈഡിലെ മുള്ളായി കളഞ്ഞിട്ട് വേണം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ചെയ്ത് കളയാം. എല്ലാ മുള്ളും ഇങ്ങനെ കളയാം. മൂന്ന് സൈഡിലെ മുള്ളും അതൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പോരും. ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പൊക്കിയാൽ തന്നെ ഇതൊക്കെ വരണ്ടേ. ഏത് രീതിയിലായാലും മുള്ള് കളയാമെന്നുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ എല്ലാ സൈഡിലെ മുള്ളും 3 സൈഡിലെ മുള്ളും കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്യാം. ഇങ്ങനെ ഇതുപോലെ ഒരു കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ടായില്ലേ, കറക്റ്റ് ചെയ്ത് ഇത്തിരി മുറിച്ചോറ് വേണം എൻ്റെ കത്തി. വൃത്തിയായിട്ട് കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്തതിൻ്റെ ആ വെള്ളമൊക്കെ ഉണങ്ങണതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ചെയ്യണം, വെച്ചുകൊണ്ടിരിക്കരുത്. എന്നിട്ട് ഇതിപ്പോൾ ഇത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാകും. ഇങ്ങനെ ഡ്രൈ ആയി തുടങ്ങിയത് ഇത് ഈ സൈഡാണ്. അപ്പോൾ അത് നമ്മളൊന്നും കൂടി ഇതിൻ്റെ അടിവശം ഒന്നും കൂടി കട്ട് ചെയ്ത് കറക്റ്റാക്കി ലെവലാക്കുക. കറക്റ്റായി ഇത് ഇതിൻ്റെ സെൻറ്ററിൽ ഇത് രണ്ടും കൂടി ഇതുണ്ട്, രണ്ടും ഒപ്പം വരുന്ന രീതിയിൽ വയ്ക്കുക. കണ്ട ഈ ടാപ്പ് നമ്മൾ നേരത്തെ തന്നെ ഇത്തിരി ഒലിച്ച് വെക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ സൈഡ് ഒട്ടിക്കുക, 3 സൈഡ് വേണം ഒട്ടിക്കുക. നല്ലോണം പശ വെച്ചിട്ട് ഇന്ന് വലിച്ചൊട്ടിക്കണം, വലിച്ച് നമ്മൾക്ക് പിടിക്കണം. നല്ലപോലെ ടാപ്പ് കൊണ്ട് പിടിക്കണം. വേണ്ട ടാപ്പ് ശരിക്കും ഒട്ടിച്ച് പിടിക്കുക. കുറച്ചുകൊണ്ട് വലിച്ച് പിടിക്കാണ്ടത് ടാപ്പ് ഇത്തിരി പശ കുറവാണ്. നല്ല ബെസ്റ്റ് ടാപ്പ് മേടിക്കുക, പേപ്പർ ടാപ്പ് മേടിക്കുന്നത് ശ്രദ്ധിക്കുക, പഴയത് മേടിക്കാതിരിക്കും. ഇത് പഴയതാണ്. പശ ഇത്തിരി കുറവാണ്. ഒന്നും കൂടി വലിച്ചൊട്ടിക്കുന്നു. 2 ഒട്ടിച്ചിട്ടുണ്ട്. ഇത്രയുള്ള ഗ്രാഫ്റ്റിംഗ് ഉണ്ട.
ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു. ഇനി നമ്മളെ ഇന്നത്തെ ഡേറ്റ് ഇന്ന് 10-ാം തീയതി ഡേറ്റ് എഴുതി വയ്ക്കുക. 10/5/26. എൻ്റെ വെറൈറ്റിയാണ് നോക്കിയത്. ലെമൺ ഓറഞ്ച് എഴുതി വയ്ക്കുക. അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഷെയ്ഡിൽ അധികം വെയിലൊന്നും തട്ടാത്ത ഷെയ്ഡിൽ വയ്ക്കുക. ശരിക്കും നടത് ചെറിയൊരു ചട്ടിയിൽ നടാം. ചെറിയ ചട്ടിയിൽ അധികം വളമൊന്നും വേണ്ട. അതുകൊണ്ടായാലും കുഴപ്പമില്ല. ഒത്തിരി വളത്തോട് തട്ടാനും കുഴപ്പമില്ല. വേരുള്ളതിൻ്റെ പേരിൽ കുഴപ്പമില്ല. വേരില്ലാത്ത നമ്മൾ കട്ടിങ്ങുമ്പോഴാണ് ചെയ്യണമെങ്കിൽ വളം വേണ്ട. അല്ലാണ്ട് തന്നെ വയ്ക്കുക. അപ്പോഴും വേരുള്ളത് തന്നെ നോക്കി എടുക്കുക. ഈ റൂട്ട് സ്റ്റോക്ക് എന്നിട്ട് ചട്ടിയിൽ നടുക. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അതിനുള്ളിൽ തന്നെ ഇതിനൊന്ന് പുതിയ ബ്രാഞ്ച് ഇവിടുന്ന് ഏതെങ്കിലും ഒരു മുള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ടാണ് ഇത് ചെയ്യാനുള്ളൂ. പല രീതിയിലും ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്യാട്ടെ. ഇതാണ് ഏറ്റവും പെട്ടെന്ന് പിടിക്കാവുന്ന ബെസ്റ്റ് മെത്തേഡ്. പല രീതിയിൽ മുള്ള് മാത്രം എടുത്തിട്ടും ഗ്രാഫ്റ്റ് ചെയ്യുക, പല സൈഡായിട്ട് ചെയ്യുക, പല രീതിയിലും ചെയ്യുക. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഈ ഒരു മെത്തേഡാണ്. ഇത് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. ചട്ടിയിൽ നടുക. ചെറിയ ചട്ടി നട്ടാൽ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ചെയ്യേണ്ട വെറുതെ ഇട്ട് കൊടുക്കുക. വെള്ളം വീഴാണ്ടിരിക്കാനും പിന്നെ പ്രാണികളൊന്നും വരാണ്ടിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കവറിട്ട് വയ്ക്കുക. നട്ടതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കുക. പിന്നെ മഴക്കാലത്തിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂടുള്ള സമയത്തിന് നടുമ്പോൾ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 4 ദിവസം 3 ദിവസം കൂടി നമുക്കൊന്ന് അല്ലാണ്ട് ഡ്രൈ ആയാൽ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി. ഒരു 1.5 മാസം 2 മാസം നമ്മൾക്ക് മുളക് വെട്ടിക്കോളും. ഇത്രേ ഉള്ളൂ ഗ്രാഫ്റ്റിംഗ്.